നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 1, 2 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് എന്ന് പറയുകയാണെങ്കിൽ മാർച്ച് 31 രാത്രി 9:32 PM മുതൽ ഏപ്രിൽ 3 രാവിലെ 6:28 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവിദ്യാവുന്നത്. ആദ്യം നമുക്ക് രാഹുകാലം നോക്കാം. ഏപ്രിൽ 1 തീയതി ഉച്ചയ്ക്ക് 12:30 PM മുതൽ ഉച്ചയ്ക്ക് 2:01 PM വരെയാണ് 1 തീയതി രാഹുകാലം. 2 തീയതി 2:01 PM മുതൽ 3:32 PM വരെയാണ് രാഹുകാലം. 2 തീയതി രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങൾക്ക് ദക്ഷിണയായിട്ട് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് വാട്സാപ്പിലൂടെ ബന്ധപ്പെട്ട ഞാൻ മറുപടി പറയുന്നതാണ്. ദയവേത് ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ആദ്യം മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. ഇവർക്ക് ചൊവ്വ ഏപ്രിൽ 2 3:30 PM പ്രതികൂലമായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ 2 തീയതി 3:30 വരെ ഇവർക്ക് അനുകൂലമാണ് ചൊവ്വ. അപ്പോൾ അതിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. 7 ശനിയാണ്. 12ാം ഭാവത്തിൽ 3 പാപഗ്രഹങ്ങൾ വരുന്നു. ഏപ്രിൽ 2 ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം. ഓക്കെ, അപ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്നത് ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 30 ദിവസമെങ്കിലും, 30 ക്ഷമിക്കണം, 40 ദിവസം. അത് മാത്രമല്ല, അതിനുശേഷം ജന്മത്തിലാണ് ഇവർക്ക് ചൊവ്വ വരുന്നത്. ആ സമയത്ത് സൂര്യനും ജന്മത്തിലായിരിക്കും. അപ്പോൾ ഏകദേശം 90 ദിവസം 2 തീയതി മുതൽ 90 ദിവസത്തോളം ഇവർക്ക് പ്രതികൂലമായിട്ടാണ് ചൊവ്വ നിൽക്കുന്നത്, മറ്റ് പല ഗ്രഹങ്ങളും നിൽക്കുന്നത്. അപ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്നത് ശ്രദ്ധിക്കുക, അപകടങ്ങൾ കരുതിയിരിക്കുക. ഇവർക്ക് ഈ ദിവസം ഏപ്രിൽ 2 തീയതി വരെ, 2 തീയതി ഉച്ച വരെ നല്ല സമയമാണ്. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ സമയത്ത് ചെയ്തു തീർക്കുക. ഉച്ചയ്ക്ക് 2 തീയതി ഉച്ചയ്ക്ക് 3:30 മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും. മേടം രാശിക്ക് ഏപ്രിൽ 2 ഉച്ചയ്ക്ക് 3:30 PM വരെ നല്ല സമയമാണ്. ഓക്കെ, ഗുണാധിക്യമാണ്. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ് ഈ ദിവസങ്ങളിൽ. കൂടാതെ ചൊവ്വ ഇവർക്ക് ഏപ്രിൽ 2 അനുകൂലമായിട്ട് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരുന്നു. അപ്പോൾ ഏപ്രിൽ 2 ഉച്ചയ്ക്ക് 3:30 ശേഷം അത്യധികം ഗുണാധിക്യമുള്ള ദിവസമാണ്. അതിനു മുമ്പും കർമ്മഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. കർമ്മഭാവത്തിൽ നിന്ന് ലാഭസ്ഥാനത്തേക്ക് ചൊവ്വ മാറുന്നു. അപ്പോൾ പൊതുവെ മൊത്തത്തിൽ ഇവർക്ക് അടിപൊളി ഇടിവെട്ട് സൗഭാഗ്യമാണ്. ഇവർക്ക് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. സർവ്വവിധ സൗഭാഗ്യം, ബന്ധങ്ങൾ ഊഷ്മളമാവും, പുതിയ സുഹൃത്തുക്കളെ കിട്ടും. സമൂഹത്തിൽ ഉന്നതരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ,
ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. മീനം മേടം മാസങ്ങളിൽ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ നേടാൻ പറ്റും. സർവകാര്യ വിജയം, ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കുകയാണ്. സാങ്കേതിക മികവുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ്. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. ഇവർക്ക് ചൊവ്വ കർമ്മഭാവത്തിലേക്ക് അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ കർമ്മഭാവത്തിൽ ഇവർക്ക് സൂര്യൻ, ചൊവ്വ ഇവ അനുകൂലമായിട്ടും, ശനി കണ്ടകശനിയാണ് എങ്കിലും കർമ്മഭാവത്തിലെ ശനി അല്പസ്വല്പം നേട്ടമൊക്കെ ഉണ്ടാക്കും. പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് ഇവർക്ക് നേട്ടം ഉണ്ടാവുക തന്നെ ചെയ്യും. കാര്യം കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ അനുകൂലമായിട്ട് കാര്യങ്ങൾ വരികയാണ്. എങ്കിലും വ്യാഴവും ശനിയും പ്രതികൂലമാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അനുകൂലമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും. പൊതുവെ മിഥുനം രാശിക്ക് നല്ല കാലം തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയാല്യം. കർക്കിടകം രാശിക്ക് ഏപ്രിൽ 2 ഉച്ചയ്ക്ക് 3 മണിക്ക് ചൊവ്വ പ്രതികൂലാവസ്ഥയിൽ നിന്ന് മാറുന്നു. ഗുണദോഷ സമ്മിശ്രമായിട്ട് ഭാഗ്യസ്ഥാനത്ത് ചൊവ്വ വരുന്നു. അതുമാത്രമല്ല പ്രതികൂലമായിട്ട് 8ാം ഭാവത്തിൽ നിന്നിരുന്ന ചൊവ്വ അനുകൂലമല്ലെങ്കിലും ഗുണദോഷ സമ്മിശ്രത്തിലോട്ട് ചൊവ്വ മാറുന്നു. അത് ഏപ്രിൽ 2 ഉച്ചയ്ക്ക് 3 മണിക്ക്. ഓക്കെ, അപ്പോൾ പ്രതികൂലമായ ഗ്രഹങ്ങളുടെ ഡയറക്റ്റ് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങളുടെ എണ്ണം 2 കുറയാണ്. വ്യാഴവും സർപ്പവും മാത്രമാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ചൊവ്വ 2 ഉച്ചയ്ക്ക് പ്രതികൂലമല്ലാതാവും. ഓക്കെ, ഇവർക്ക് നല്ല കാലം ചെറുതായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് സൂര്യൻ മേടം മാസത്തിൽ, മേടം ഇടവം മാസങ്ങളിൽ അനുകൂലമായിട്ട് വരും. അപ്പോൾ ഏപ്രിൽ 14 തൊട്ട് സൂര്യൻ ഏകദേശം 60 ദിവസം അനുകൂലമായിട്ട് വരും. അപ്പോൾ നല്ല കാലം പ്രതീക്ഷിച്ചിരിക്കുക. എങ്കിലും ഈ ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമാണ് ഫലം. ഏകദേശം 5 ഗ്രഹങ്ങളോളം ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. അപ്പോൾ കർക്കിടകം രാശിക്ക് നല്ല കാലം തുടങ്ങുന്നു. ഓക്കെ, ഈ ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി, മകം പൂര ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ദോഷാധിക്യമാണ് കാണുന്നത്. ശുക്രൻ ഭാഗ്യസ്ഥാനത്ത്, വ്യാഴം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത്. എങ്കിലും പ്രതികൂലമായിട്ട്, ഡയറക്റ്റ് പ്രതികൂലമായിട്ട് 6 ഗ്രഹങ്ങൾ നിൽക്കുന്നു. അതിൽ തന്നെ 5 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അഷ്ടമത്തിൽ ചൊവ്വ ഏപ്രിൽ 2 ഉച്ചയ്ക്ക് മാറുമ്പോൾ അഷ്ടമത്തിൽ 3 ഗ്രഹങ്ങൾ, 3 പാവഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ വാഹനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ അപകടങ്ങൾ കരുതിയിരിക്കുക. എല്ലാ ദിവസവും ഇവരെ ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്,
ഞായറാഴ്ച ശിവന് വഴിപാട് നടത്തുക. അഷ്ടമ ശനി ആയതിനാൽ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ധനവരവൊക്കെ ഉണ്ടാവും, എങ്കിലും പൊതുവെ എല്ലാത്തിനും ഒരു തടസ്സം ഉണ്ടാവും. ഭൗതിക സുഖങ്ങൾക്കൊക്കെ പൊലിമ കുറയും. പൊതുവെ ചിങ്ങം രാശിക്ക് ദോഷാധിക്യമാണ്. പറ്റുമെങ്കിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രത്യേക ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇനി കന്നിരാശി, ഉത്രാടം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് ചൊവ്വ ഏപ്രിൽ 2 ഉച്ചയ്ക്ക് 3 മണിക്ക് പ്രതികൂലമായിട്ട് മാറുകയാണ്. 7ാം ഭാവത്തിൽ ഏപ്രിൽ 2 തൊട്ട് ഇവർക്ക് 3 പാവഗ്രഹങ്ങൾ വരുന്നു 7ാം ഭാവത്തിൽ. അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവേകപൂർവ്വം അത് പരിഹരിക്കുക. ചൊവ്വാഴ്ച മുരുകന്, ഞായറാഴ്ച ശിവന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. എങ്കിലും ഇവർക്ക് ഇവിടെ 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. ഏപ്രിൽ 2 വരെ ചൊവ്വയും അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഏപ്രിൽ 2 ഉച്ചയ്ക്ക് 3:30 മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. ഏപ്രിൽ 2 വരെ ചൊവ്വ അനുകൂലമായതിനാൽ ആ ദിവസം വരെ ഇവർക്ക് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം. ഏപ്രിൽ 2 വരെ ഇവർക്ക് നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ചന്ദ്രൻ പ്രതികൂലമാണ് ഈ ദിവസങ്ങളിൽ, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാട് നടത്തുക. ഇവർക്ക് ചൊവ്വ ഏപ്രിൽ 2 അനുകൂലമായിട്ട് മാറുന്നു. 6ാം ഭാവത്തിൽ 3 പാപഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ ശത്രുക്കൾ നിഷ്പ്രഭരാകും. പ്രത്യേകിച്ച് ഏപ്രിൽ 2 ശേഷം 2 ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം. മീനമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. വ്യാഴം അനുകൂലമാണ് ജൂൺ 2 വരെ. ഓക്കെ, അതിനുശേഷം കർമ്മഭാവത്തിലേക്ക് വ്യാഴം മാറും. അപ്പോൾ അതുവരെ ഇവർക്ക് സർവ്വവിധ സൗഭാഗ്യം, ബന്ധങ്ങൾ ഊഷ്മളമാവും. നിരവധി പുതിയ സുഹൃത്തുക്കളെ കിട്ടും. ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്ക് വഴിയൊരുങ്ങും. കാരണം ചൊവ്വ അനുകൂലമായിട്ട് വരുന്നു, വ്യാഴവും അനുകൂലമാണ്, ശനി അനുകൂലമാണ്. അപ്പോൾ തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കും വഴിയൊരുങ്ങും. പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ചന്ദ്രൻ ഡയറക്റ്റായിട്ട് പ്രതികൂലമായതിനാൽ ഭൗതിക സുഖങ്ങളിലും ശാരീരിക മാനസിക ആരോഗ്യത്തിലും ചെറിയ ഒരു ഇടിവുണ്ടാവും. ചെറിയ ജലദോഷമൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, തുലാം രാശിക്ക് പൊതുവെ നല്ല സമയമാണ് ഇപ്പോൾ. ജൂൺ 2 വരെ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് തുടരുന്നിടത്തോളം കാലം ഇവർക്ക് നല്ല കാലം തന്നെയാണ്. അത് കുറച്ച് കാലം തുടരും. ഓക്കെ, ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ചൊവ്വ പ്രതികൂലമായിട്ട് വരുന്നു. ഏപ്രിൽ 2 ക്ഷമിക്കണം, ഇത് പ്രതികൂലമായിരുന്ന
ചൊവ്വ. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിലേക്ക് ചൊവ്വ മാറുകയാണ്. വൃശ്ചികം രാശിക്ക് 5ാം ഭാവത്തിലേക്ക് മാറും ഏപ്രിൽ 2-ന് ശേഷം. എങ്കിലും ഏപ്രിൽ 2-ന് ഉച്ചയ്ക്ക് 3 മണി വരെ ചൊവ്വ പ്രതികൂലമാണ്. വാഹനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക, അതുപോലെ അപകടങ്ങൾ കരുതിയിരിക്കുക. ഇവർ ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ട് കാര്യങ്ങൾ പറയുന്നു. എങ്കിലും വലിയ നേട്ടങ്ങളൊന്നും നമുക്ക് നേടാനൊക്കുന്ന ദിവസങ്ങളല്ല. കാരണം പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊന്നും തന്നെ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. ചന്ദ്രനും ബുധനും മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നത്. അപ്പോൾ സാധാരണ ദിവസങ്ങളായിട്ട് ഇത് കടന്നു പോവും. ചൊവ്വ പ്രതികൂലാവസ്ഥയിൽ നിന്ന് ഗുണദോഷ സമ്മിശ്ര ഭാവത്തിലേക്ക് മാറുന്നു. അതൊരു നേട്ടമാണ്. ഇനി ധനുരാശി, മൂലം പൂരാട ഉത്രാടം ആദ്യപാദം. ധനുരാശിക്ക് ചൊവ്വ പ്രതികൂലമായിട്ട് മാറുന്നു ഏപ്രിൽ 2-ന് ഉച്ചയ്ക്ക് 3 മണിക്ക്. ഓക്കെ. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏപ്രിൽ 2-ന് ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പായിട്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങൾ സാധ്യതയുണ്ട്. ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ചൊവ്വയുടെ ഈ മാറ്റം ശ്രദ്ധിക്കുക. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും. പൊതുവെ ഇവർക്ക് ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ശനി പ്രതികൂലമായിട്ട് നിൽക്കുന്നു, ചൊവ്വയും പ്രതികൂലമായിട്ട് വരുന്നു. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ചൊവ്വ അനുകൂലമായിട്ട് മാറുന്നു ഏപ്രിൽ 2-ന് ഉച്ചയ്ക്ക് 3:30. അപ്പോൾ ഇവർക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇവർക്ക് ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുകയാണ്. മീനമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ഭാഗ്യം, പിതൃഗുണം, സന്താന നേട്ടം പ്രതീക്ഷിക്കാം. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗങ്ങളിലും ഇവർക്ക് നേട്ടമുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, അതുപോലെ തന്നെ നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇവർ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. വെള്ളിയാഴ്ച ചാമുണ്ടിക്ക് അല്ലെങ്കിൽ ഗണപതിക്ക് വഴിപാടുകൾ നടത്തുക. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കുറച്ച് കാലത്തേക്ക് നല്ല കാലമാണ് മകരം രാശിക്ക്. ഓക്കെ. ഇനി കുംഭൻ രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ചൊവ്വ പ്രതികൂലാവസ്ഥയിൽ നിന്ന് മാറുന്നു, ജന്മത്തിൽ നിന്ന് മാറുന്നു ഏപ്രിൽ 2-ന് ഉച്ചയ്ക്ക് 3 മണിക്ക്. ഓക്കെ. അപ്പോൾ ജന്മത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ, പ്രത്യേകിച്ച് പാപഗ്രഹങ്ങളുടെ എണ്ണം കുറയുകയാണ്. അപ്പോൾ ഏപ്രിൽ 2 തൊട്ട് അല്പം വ്യത്യാസം വരും കാര്യങ്ങളൊക്കെ. എങ്കിലും സർപ്പം ജന്മത്തിൽ നിൽക്കുകയാണ്. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക. 7 ശനിയാണ്. അപ്പോൾ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത്. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ശുക്രനും വ്യാഴവും അനുകൂലമാണ്. എങ്കിലും നിരവധി
ഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് 4 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അതിൽ ചൊവ്വ ഏപ്രിൽ 2 ശേഷം പ്രതികൂലമല്ലാതാവും. ഓക്കെ, പൊതുവെ കൊമ്പൻ രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളായിട്ട് ഞങ്ങൾ പറയുന്നു. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും, എങ്കിലും അതിനൊക്കെ ഒരു തടസ്സം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾക്കൊക്കെ ഒരു പൊലിമ കുറയും. പൊതുവെ കൊമ്പൻ രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മീനം രാശി, പൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഏപ്രിൽ 2 ഉച്ചയ്ക്ക് 3 മണിക്ക് ചൊവ്വ, ശനി, സൂര്യൻ ഇവ ജന്മത്തിൽ വരികയാണ്. അപ്പോൾ 3 പാവഗ്രഹങ്ങൾ ജന്മത്തിൽ വരുന്നു. അപ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക, അപകടങ്ങൾ കരുതിയിരിക്കുക. പൊതുവെ ദോഷാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. മീനം രാശിക്ക് 4 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ശുക്രൻ, ചന്ദ്രൻ ഇവയൊക്കെ അനുകൂലമാണ്. പക്ഷെ എന്നാലും പൊതുവെ എല്ലാ കാര്യത്തിനും ഒരു പൊലിമ കുറയും. ധനവരവിനായാലും ഭൗതിക സുഖങ്ങൾക്കായാലും പൊതുവെ ഒരു തടസ്സവും പൊലിമ കുറവും അനുഭവപ്പെടും. മീനം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. പറ്റുമെങ്കിൽ ഞാൻ ഇവരെക്കുറിച്ച് ഒരു പ്രത്യേക വീഡിയോ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. 1-ാം തീയതി ബുധനാഴ്ച പച്ച, 2-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 1-ാം തീയതി രാവിലെ 4:50 AM മുതൽ രാവിലെ 5:38 AM വരെയാണ് 1-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. 2-ാം തീയതി രാവിലെ 4:49 AM മുതൽ രാവിലെ 5:37 AM വരെയാണ് 2-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 1-ാം തീയതി ഇല്ല. 2-ാം തീയതി ഉച്ചയ്ക്ക് 12:06 PM മുതൽ ഉച്ചയ്ക്ക് 12:54 PM വരെയാണ് 2-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യം നൽകുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 1-4-2026 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 4, 2, 9, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 2-4-2026 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 4, 6, 9, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.